ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്നോയ്ക്കകത്താണ് ഫുള്ള് കളികൾ നടക്കുന്നത്. നല്ല ഹെവി സ്നോ ആയിരുന്നു. ഏകദേശം ഒരു 2-3 ഇഞ്ച് സ്നോയാണ് വീണേക്കുന്നത്. അടിപൊളി സ്നോയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ സ്നോ വീഴുമെന്ന് പറഞ്ഞ് അവസാനം ഇന്നിവിടെ സ്നോ വീണിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ബാക്ക് ഗാർഡനൊക്കെ നോക്കി എന്താ അടിപൊളിയായിട്ടാണ്. നല്ല മഞ്ഞ് വീണോണ്ടിരിക്കുന്നുണ്ടല്ലേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ, റോഡൊക്കെ കണ്ടില്ലേ. റോഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ തിക്കായിട്ടാണ് സ്നോ വീണേക്കുന്നത്. നമ്മൾ പല വർഷങ്ങളിലും UK സ്നോ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് അപ്രതീക്ഷിതമായിട്ടൊരു സ്നോ വീഴുന്നത്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ റോഡ് മുഴുവനും വൻ തിക്കിലായിട്ടാണ് ഇപ്പോഴും സ്നോ വീണിരിക്കുന്നത്. പലപ്പോഴും സ്നോ വീഴുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ പറയും ഇന്ന സ്ഥലങ്ങളിലായിട്ട് സ്നോ വീഴുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം, സ്നോ ഇത്ര ഇഞ്ചിൽ വീഴും. ഇത് യാതൊരു വാണിങ്ങും ഇല്ലാതെ തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഈ ഒരു വലിയ ഒരു സ്നോ വീഴ്ച ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോയൊക്കെ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വീണ് കഴിയുമ്പോഴാണ് ഇതുപോലെ തിക്കായിട്ട് സ്നോ വീഴാറുള്ളത്. അപ്പോൾ യാതൊരു വെതർ വാണിങ്ങും ഇല്ലാതെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ രീതിയിലാണ് ഈ വർഷം നവംബർ ഒരു പകുതി ആയപ്പോൾ തന്നെ ഇവിടെ ഇപ്പോഴും സ്നോ വീണിരിക്കുന്നു. And now I'm stuck in this loop again. It got me thinking now, should I take it or leave it out? What would happen if I talk to you? Got a feeling that I get a clue. ഇപ്പോഴും സ്റ്റില്ല് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനിപ്പോൾ ഒരു 1-2 ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ഹെവി ആയിട്ട് ഇങ്ങനെ വീഴുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതല്ലേ വണ്ടിയൊക്കെ പോകുന്ന നോക്കിയേ, വണ്ടിയൊക്കെ പോകുമ്പോൾ ആ ടയർ കയറിയിട്ട് ജാമാവും. അപ്പോൾ ഇത് ഹെവി ആയിട്ട് വീഴുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. കാണാനെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 ലെയറാണ് ഇപ്പോഴിട്ടേക്കുന്നത്. ജാക്കറ്റിട്ടുണ്ട്, അതിൻ്റെ അടിയിലൊരു സ്വെറ്ററുണ്ട്, അതിനടിയിൽ ടീഷർട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു ബനിയനിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു 4 ലെയറിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അമ്മച്ചി നടന്നു പോകുന്നത് കണ്ടില്ലേ, അതുപോലെ പിടിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പ് ചെയ്ത് താഴെ വീഴും. അതുകൊണ്ടാണ് അമ്മച്ചി കെയർഫുള്ളായിട്ട് പിടിച്ചാണ് നടന്നു പോകുന്നത്. വണ്ടിയൊക്കെ പോയപ്പോഴേ റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, ആ വീല് പോകുന്ന ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ തിക്കായിട്ട് സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്നോ വീണ് കഴിയുമ്പോൾ ഇനിയും ഒരു അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വീൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം കിടന്ന് കറങ്ങും, അല്ലാതെ പിന്നെ വണ്ടി മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല കയറ്റമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കയറ്റം കയറാൻ ഭയങ്കരമായിട്ട് പാടായിരിക്കും. വണ്ടി പിന്നെ റിവേഴ്സിൽ തിരിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. അന്നേരം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടത്തില്ല. ചെറിയ കുന്ന് കയറാനായിട്ട് പോവുകയാണ്. ഇത് സ്ലിപ്പാകുമോ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കയറി മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, മരുഭൂമിയിൽ സ്നോ വീണ ഒരവസ്ഥയാണ്. എല്ലായിടത്തും സ്നോയിൽ മുങ്ങിക്കിടക്കുകയാണ്. നല്ല തകർപ്പൻ സീനറി. ഈ ഒരു സമയത്ത് ഈ കാഴ്ചകൾ കാണാനായിട്ട് കണ്ണിന് ഭയങ്കര കുളിർമയാണ്. ഇവിടെ മുഴുവനും കണ്ടില്ലേ വെറുതെ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം നല്ല പുല്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു പുല്ല് കാണാനേ പറ്റത്തില്ല. കണ്ടില്ലേ, മൊത്തം ഗ്രാസ് കട്ട് ചെയ്ത് നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പിൽ ഇട്ട സ്ഥലമാണ്. ഇന്ന് കയ്യിലൊന്ന് പിടിച്ച തന്നെയാണ്. ഇതുപോലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. കണ്ടില്ലേ, ശരിക്കും നല്ലൊരു വീഴ്ചയായിരുന്നു. എന്തായാലും സ്ലിപ്പായി പോവാണ് നമ്മൾ. ഒന്നാമത് ഇവിടെ ഇച്ചിരി ഒരു കുന്നായതുകൊണ്ട് അവിടെ നല്ല സ്ലോപ്പാണ് താഴോട്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ് പോയത്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആവുക. ഇതുപോലെ നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും
കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പണി കിട്ടും. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ നല്ല തകർപ്പൻ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ സ്നോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ് സ്നോമാൻ എന്ന് പറഞ്ഞ് ഒരു സ്നോമാനെ കൊണ്ടൊന്ന് കണ്ടു നോക്കിയേ. ഇത് കണ്ടില്ലേ, സ്നോമാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല അടിപൊളി ചെയ്തിട്ടില്ലേ, ഹാർഡാണ്. നോക്കി ഇതൊന്നും നമ്മളിങ്ങനെ അടിച്ചാൽ പോലും ഇത് താഴെ പോകത്തില്ല, നല്ല ഹാർഡായിട്ടിരിക്കുകയാണ്. അതാണ് ആ സ്നോയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതേ രീതിയിൽ നല്ല ഹാർഡായിട്ടാണ്. ഇവനെ ഇനിയൊക്കെ എന്ന് പറഞ്ഞാൽ തകർപ്പൻ മഴ പെയ്തെങ്കിൽ മാത്രമേ ഇത് പോകത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ ഇതുപോലെ ഇരിക്കും. നമ്മളിപ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു, റോഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ല, റോഡൊക്കെ ഏകദേശം ഒരു നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് തിക്കായിട്ട് സ്നോ വീഴുമെങ്കിലും സ്നോ എടുത്ത് കളയാനായിട്ട് വണ്ടികൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി വന്നിട്ട് സ്നോ മുഴുവനും ക്ലിയർ ചെയ്തുകൊണ്ട് വണ്ടിക്ക് ഈ മെയിൻ റോഡുകളിൽ കൂടിയൊക്കെ ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ നമ്മുടെ വീടുകളുടെ അതുവഴിയുള്ള ചെറിയ റോഡുകളിലെ അവിടെ വണ്ടികളൊന്നും വന്ന് ക്ലിയർ ചെയ്യാറില്ല. ഇവിടെ നല്ലൊരു അടിപൊളി സ്നോമാൻ ഇരിപ്പുണ്ട്. നോക്കിയേ, കുട്ടികളുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇതാണ്, സ്നോമാനെ ഉണ്ടാക്കി വെക്കുക. നോക്കിയേ, പൊട്ടറ്റോയാണ് വെച്ചേക്കുന്നത്, പൊട്ടറ്റോ കുത്തി വെച്ചേക്കാണ് അതിനകത്ത്. അതുപോലൊക്കെ തന്നെ ഇവിടെ വെച്ചേക്കാൻ നോക്കി എന്താണെന്ന്, നമ്മുടെ ക്യാരറ്റ് മുകളിലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് നോക്കി, അടിപൊളി. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, ഇവിടുത്തെ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡൊന്നും വണ്ടികൾ വന്ന് ക്ലിയർ ചെയ്യാറില്ല, ഒന്നുകിൽ വീട്ടുകാർ തന്നെ ക്ലിയർ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മഴയൊക്കെ വന്നിട്ട് മെൽറ്റായിട്ട് പോകണം. എന്തായാലും ഇപ്പോഴും ചെറുതായിട്ട് മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ക്ലിയറായിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. നല്ല മഴ പെയ്തെങ്കിൽ മാത്രമേ ഇത്ര ഹെവി സ്നോ ആയതുകൊണ്ട് ഇത് ക്ലിയറായിട്ട് പോകത്തുള്ളൂ. പട്ടിയെ കണ്ടില്ല, തണുപ്പായതുകൊണ്ട് പട്ടിക്ക് ഉടുപ്പൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നല്ലോ. ഒരു മഞ്ഞത്ത് നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് ഇപ്പോൾ ഔട്ട് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയൊക്കെ ഇരിക്കുന്നില്ലേ, എല്ലാം ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നോ കാഴ്ചകൾ തീരുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.